എടയൂരിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിച്ചു. മൂന്നാക്കൽ പള്ളി റോഡിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. UDF ജില്ലാ ചെയർമാൻ KP അബ്ദുൽ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്തിനും ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാർ, ശബരിമല അയ്യപ്പനെ പോലും കൊള്ളയടിക്കുന്ന സർക്കാർ, ശബരിമലയുടെ പ്രത്യേകത പോലും മനസ്സിലാക്കാത്ത ഒരു സർക്കാർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലക്ഷേത്രമായ ശബരിമല കൊള്ളയടിക്കാൻ തുനിഞ്ഞു എന്ന് പറയുന്നതിനപ്പുറം അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഈ ഭരണം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത്? കേരളത്തിലെ സാധാരണക്കാർക്ക് നേട്ടമുണ്ടായോ? വിദ്യാർത്ഥികൾക്ക്, കർഷകർക്ക്, വീട്ടമ്മമാർക്ക്, തൊഴിലാളികൾ, ആർക്കെങ്കിലും നേട്ടമുണ്ടായോ? നേട്ടമുണ്ടായത് പിണറായിയുടെ കുടുംബത്തിനും പിണറായിയുടെ സംഘത്തിനും മാത്രമാണ്. പിണറായിയുടെ കുടുംബത്തിന് തന്നെ പ്രത്യേക നേട്ടമുണ്ടായി. അവിടെ കെട്ടിപ്പിടിച്ചൊരു പെൺകുട്ടിയുണ്ടായിരുന്നു, ഒരു മന്ത്രിനെ കൊണ്ട് കെട്ടിച്ചു, കാര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ ഇടതുമുന്നണി തകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDF പഞ്ചായത്ത് ചെയർമാൻ ഷഹനാസ് പാലക്കൽ അധ്യക്ഷനായി. കോട്ടയ്ക്കൽ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ, KT മജീദ്, ഷാഫി വള്ളൂരാൻ, VT സൈദൽവി, MT അസീസ്, AK മുസ്തഫ, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. +2 കഴിഞ്ഞ ആർക്കും ഹ്രസ്വകാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്നതും ആധുനിക ലോകക്രമത്തിൽ ഏറെ ജോലി സാധ്യതയുള്ളതുമായ മൊബൈൽ ഫോൺ ടെക്നോളജി പഠനത്തിന് നവീന രീതികൾ ആവിഷ്കരിച്ച് സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കുവാനും ആഗോള സംരംഭകരായി വളരുവാനും അനേകം പേർക്ക് വഴി തുറന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാറ്റങ്ങൾക്കൊപ്പമല്ല, മാറ്റങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, be one step ahead.